ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വോയിസ് ഓഫ് ലവില് ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 9:18. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. ആമേൻ. എന്തൊരു വാക്യമാണിതല്ലേ. ഒരു പ്രമാണി യേശുവിൻ്റെ അടുക്ക് വന്ന് മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മകൾ കഴിഞ്ഞുപോയി, പക്ഷെ നീ വന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും. മരിച്ച കുഞ്ഞിനെ അടക്കാതെ ആ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന്, യേശുവേ നീ വന്നാൽ ഈ അവസ്ഥ മാറുമെന്ന് പറഞ്ഞ് യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രമാണി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൂതന് ഈ ഒരു പേരിട്ടത്, ജീവിപ്പിക്കുന്ന വിശ്വാസം. ആമേൻ. മരിച്ച കുഞ്ഞിനെ അടക്കാതെ വരുന്ന ഒരപ്പൻ. യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആ മനുഷ്യൻ്റെ വിശ്വാസം എത്ര ഭയങ്കരമല്ലേ. എന്തുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ദൂത് നിങ്ങൾ കേൾക്കുന്നത്? ചില വിഷയങ്ങളൊക്കെ ഒരിക്കലും ഇനി അതിനകത്തൊരു ചലനമില്ലെന്ന് നിങ്ങൾ പറയുന്ന ചില വിഷയങ്ങളുടെ മേലും കർത്താവിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനാണ് കർത്താവ് ഈ വചനം തന്നത്. നിങ്ങളുടെ മേലൊരു ഭയങ്കര വിശ്വാസത്തെ കർത്താവ് ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യങ്ങളൊന്നും കൈവിട്ടു പോയിട്ടില്ല. ഇപ്പോഴും സകലവും കർത്താവിൻ്റെ അധികാര പരിധിയിലാണ് കാര്യങ്ങളെല്ലാം. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. പക്ഷെ കർത്താവിനെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആഴമേറിയ വിശ്വാസമാണ്. ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷകൾ കൈവിട്ടുപോയ ചില പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അവിടെയും കർത്താവ് പറയുന്നു, ഈ പിതാവിനെ പോലത്തെ ഒരു വിശ്വാസം നിങ്ങളുടെ മേൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു, ജീവിപ്പിക്കും. അത്ഭുതങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവം ആദ്യം ചെയ്യുന്നത് ഭയങ്കരമായ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളല്ല ആദ്യം ചെയ്തത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആദ്യം വിശ്വാസമാണ് കർത്താവ് ജനിപ്പിച്ചത്. ആമേൻ. അവൻ്റെ വിശ്വാസത്തെ ജനിപ്പിക്കുവാൻ അവൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. അതിലൂടെ അവനെ ഒരു വിശ്വാസമുള്ളവനാക്കി മാറ്റിയിട്ട് അവൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ ജനിച്ചു. കർത്താവിനോട് പറയുന്നു, അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയല്ല, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. കാര്യങ്ങളൊന്നും കൈവിട്ടു പോയിട്ടില്ല. കർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്യും. വീടിനകത്ത് ഇന്നും അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില തലമുറകൾ കൈവിട്ടു പോയതുപോലെ അനുഭവപ്പെട്ട സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ചില വിഷയങ്ങളൊക്കെ നിങ്ങളുടെ പരിധിക്കപ്പുറമായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പരിധിക്കപ്പുറമേ ആയിട്ടുള്ളൂ. പക്ഷെ അത് കർത്താവിൻ്റെ അതോറിറ്റിയുടെ കീഴിലാണ്. നിങ്ങളുടെ കൈകളിൽ നിന്ന് കൈവിട്ട കാര്യങ്ങൾ ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കുക. കർത്താവ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന് മേൽ, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിന് മേൽ അസാധ്യമെന്ന് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ
ജീവിക്കാൻ പോവുകയാണ്. ആമേൻ. ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ലോകം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്താൽ അത് ജീവിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി നിങ്ങളുടെ പുറകെ വരുന്നു. ആമേൻ. ഇവിടെ ആ വചനമാണ് പറയുന്നത്, അവൻ്റെ വിശ്വാസത്തിൻ്റെ പുറകെ യേശു സഞ്ചരിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറകെ യേശു വരികാൻ പോയാണ്. ഈ യാത്ര ഒരു അത്ഭുതത്തിൻ്റെ യാത്രയായിരിക്കും. നിങ്ങളിനിയും അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിൽ കർത്താവ് അസാധാരണമായ വിശ്വാസത്തെ ജനിപ്പിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ അങ്ങ് വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് അങ്ങ് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. അസാധാരണമായ കർത്താവെ കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകൾ ജീവിക്കട്ടെ. കർത്താവേ, കുടുംബത്തിൻ്റെ അകത്ത് മരിച്ചുപോയ വിഷയങ്ങൾ ജീവിക്കട്ടെ. പ്രത്യാശ കൈവിട്ടുപോയ വിഷയങ്ങൾ ജീവിക്കട്ടെ. കർത്താവേ, ഇന്ന് ഈ വളരെ പ്രാർത്ഥനയോടെയും ദാഹത്തോടെയും ഇത് കേൾക്കുന്നവരുടെ മേൽ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാം കൈവിട്ടെന്നോർത്ത് അവർ തകർന്നിരിക്കാനല്ല, കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ അവർക്കൊരു ബലം കൊടുക്കണമേ. പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് കർത്താവിനോട് ഒത്തിരി അടുക്കാൻ ഇവരെ സഹായിക്കണമേ. കർത്താവെ, നിരാശയിലും ദുഃഖത്തിലും തുടരാൻ അനുവദിക്കരുതേ. യേശുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ, യേശുവിനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ, യേശുവിനെ അമ്മേൻ അവരുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ നീ അവരെ സഹായിക്കണമേ. ഈ ജനം അത്ഭുതം കാണട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ ഈ വചനം അവർക്ക് കൊടുക്കുകയാണ്. ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ് ഈ വചനം നമുക്ക് സാക്ഷി നൽകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.